വയനാടൻ മലയടിവാരങ്ങളിൽ പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും ഇപ്പോഴും മഞ്ഞ് പെയ്യുന്നുണ്ട്. മഞ്ഞ് വീണ് തണുപ്പേറ്റ സന്ധ്യകളിൽ ആദിവാസി ഊരുകളിൽ തീച്ചുരുളുകളുടെ നിറഭംഗി. തീച്ചുരുളുകൾക്ക് ചുറ്റും തുടിതാളം ഉയരും. തുടിതാളം ഊരിൻ്റെ ഹൃദയതാളമാണ്. ഹൃദയതാളത്തിന് ചുറ്റും വന്ന് നിറയുന്ന ഊരുമക്കൾ, പിന്നെ പണിയ നൃത്തത്തിൻ്റെ നിറഭംഗികൾ. ഊരു ജീവിതങ്ങൾ ഇപ്പോഴും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിയിട്ടില്ല. ഇവരുടെ ഭാഷ, ഇവരുടെ ജീവിതം ഇപ്പോഴും അരികുവൽക്കരിക്കപ്പെട്ട് തന്നെ കിടപ്പുണ്ട്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തിയ ആദിവാസി സമൂഹത്തെ ചേർത്ത് നിർത്തി അവർക്ക് അറിവ് നൽകി അവരുടെ നാട്ടറിവുകളെ സംരക്ഷിക്കാൻ വേണ്ടി വയനാട് ജില്ലയിലെ പനമരം ഏച്ചോമിൽ ആരംഭിച്ചതാണ് തുടി. ആദിവാസി നാട്ടറിവ് പഠന കേന്ദ്രമാണ് തുടി. അറിവും ട്രൈബൽ ബോർഡിംഗ്, തുടിക്കൂട്ടം പാഠശാല, എത്നോ ഫോക്ക് മ്യൂസിയം, കേണി ഗവേഷണ ലൈബ്രറി, ഹെർബേറിയം, കൃഷി തുടങ്ങി വിവിധ ശാഖകളും ശാഖോപശാഖകളുമുള്ള പ്രസ്ഥാനമാണ് തുടി. 1996 ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേരള ജസ്യൂട്ട് സൊസൈറ്റിയാണ്. ഫാദർ ജോർജ് തേനാടിക്കുളം SJയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച തുടിയിൽ പഠനത്തിനേറെ പ്രാധാന്യം നൽകി. ആദിവാസി സമൂഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് വയനാട്ടിലെ സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർ, അതെല്ലാം നാനാജാതി മതസ്ഥരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു സ്വീകരണം നൽകിയാണ് ഇവർ സ്വീകരിച്ചത്. അവരുടേതായിരുന്നു ഭൂമി, അവരുടേതായിരുന്നു ഈ പ്രകൃതിയും എല്ലാം. പക്ഷേ കുട്ടികൾ സ്കൂളിൽ വരുന്നു, ഇഷ്ടംപോലെ ചേരുന്നു, പക്ഷെ ആരും അങ്ങനെ പൂർത്തിയാക്കാതെ തിരിച്ചു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ അന്വേഷിച്ചു. ഈ ജനതയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള കൾച്ചറോ അവരുടെ പാരമ്പര്യമോ സ്വീകരിക്കാനായിട്ട് തയ്യാറല്ലാത്തൊരു സമൂഹത്തോടൊപ്പമാണ് അവരിന്ന് പഠിക്കുന്നതെന്നുള്ള കാര്യം അവർക്കും മനസ്സിലായി, നമുക്കും മനസ്സിലായി. ദിവസം മുഴുവൻ എന്തൊക്കെയോ കേട്ടുകൊണ്ടിരിക്കുന്നു, അവർക്കൊന്നും മനസ്സിലാകാത്ത സാഹചര്യത്തിൽ അവർ ഇറങ്ങിപ്പോയി. അതോടൊപ്പം അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല, അതിനുള്ള അറിവ് അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ ഈ പരിപാടി വേണ്ട, നമ്മുടെ പണിക്ക് പോകാം എന്നുള്ളൊരു ചിന്തയോടുകൂടി അവർ ഇറങ്ങിപ്പോവുകയും അങ്ങനെ ഇടയ്ക്ക് പഠനം മുറിയുകയും ഡ്രോപ്പ് ഔട്ട് ആവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ഒന്നിനൊന്നിനും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവരെ ഇങ്ങനെ വിട്ടാൽ നല്ലൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു അവസ്ഥയെ നഷ്ടമായേക്കും എന്നുള്ള തോന്നൽ നമുക്കുണ്ടായി. ആ ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ട് അത് ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ആദിവാസി ജനതയോടൊപ്പം ഞങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് 1990-കളിൽ ഇങ്ങോട്ട് വന്നത്, എച്ചോത്തേക്ക് വന്നത്. ഈ സ്കൂളിലാണ് ഞങ്ങളൊരു കോൺസെൻട്രേഷൻ. സ്കൂൾ ആണ് ഈ തുടി എന്ന ഈ സ്ഥാപനത്തെപ്പറ്റി ചിന്തിക്കാനുള്ള കാരണം. അറിവുട ട്രൈബൽ ബോർഡിങ്ങിലെ കുട്ടികൾ ഭാഷ പഠിച്ചു. കൃത്യനിഷ്ഠ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി പഠിച്ചു. സ്കൂളിൽ പോയി പഠിക്കാൻ ആദിവാസി കുട്ടികൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് പണിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്. അവർക്ക് മലയാളം നന്നായി പറയാനോ എഴുതാനോ അറിയില്ല. പണിയ ഭാഷ മാത്രമേ അറിയൂ. മലയാളം പഠിപ്പിക്കാനും പഠിക്കാനും തുടി ഒരു പദ്ധതി ആരംഭിച്ചു. കുറിഞ്ഞിപ്പൂക്കൾ, ഊരുമക്കൾക്ക് മലയാളം പഠിപ്പിക്കുന്ന പദ്ധതി. അത് ഇങ്ങനെയായിരുന്നു. ഫാദർ ജോർജ് തേനാടിക്കുളം ഉണ്ടായിരുന്നപ്പോഴാണ് പ്രോജക്റ്റ് ആരംഭിച്ചത് തുടിയിൽ. അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പണിയ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് തുടി നടപ്പിലാക്കിയത്. ആദിവാസി കുഞ്ഞുങ്ങൾ ഊരുകളിൽ സംസാരിക്കുന്ന നമ്മുടെ ഭാഷയാണ്, അതായത് പണിയ ഭാഷ. ഈ പണിയ ഭാഷ സംസാരിച്ച് വരുന്ന കുട്ടികൾക്ക് സ്കൂളിലെത്തുമ്പോഴും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിലും മലയാള ഭാഷ സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി വേറെ ടീച്ചർമാരൊക്കെ 1-ാം ക്ലാസ്സിലുണ്ടാവുക. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വീടെന്ന് പറയുന്നതിന് ചിലപ്പോൾ പിര എന്നാണ് നമ്മുടെ ഭാഷ പറഞ്ഞ് ശീലിച്ചേക്കുക. അതുപോലെ നമ്മുടെ ഭാഷ നമ്മൾ കറിയായി തിന്നുന്നത് ഞണ്ട്, ഇപ്പം മലയാള ഭാഷ പറയാൻ ഞവണിക്ക നമ്മുടെ ഭാഷയിൽ നൂഞ്ചി എന്നാണ് പറയുക. ഇതുപോലെ തിന്ന് ശീലിച്ച കുട്ടികൾ സ്കൂളിലെത്തുമ്പോഴത്തേക്ക് വേറെ ഭക്ഷണ രീതികൾ, ഭാഷാപരമായ പ്രശ്നം, ഇതൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് തുടിയിൽ കുറിഞ്ഞിപ്പിൻ്റെ മറ്റുള്ള ആൾക്കാരെടുത്ത് എങ്ങനെ ഇടപഴകണം, പെരുമാറണം, അവരോട് എങ്ങനെ സംസാരിക്കണം,
മലയാള ഭാഷയിലേക്ക് എങ്ങനെ ഒരു ആദിവാസി കുട്ടി എങ്ങനെ നമ്മുടെ ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് എങ്ങനെ മെച്ചപ്പെടുന്നു എന്നുള്ള രീതിക്കാണ് കുറിഞ്ഞിപ്പൂക്കൾ നഴ്സറി തുടിയിൽ ആരംഭിച്ചത്. കൊല്ലി കണ്ട കൊത്തി കൊത്തി വിത്തു വിതപ്പാ ലോളി ലലി ലോളി ലൊളി ലൊളി ലലോ ലൊളി ലോളി ലൊളി ലൊളി ലോളി ലൊളി ലോളി ലൊളി ലൊളി ലലി ലൊളി ലോളി ലൊളി ലൊളി തീരി രീ 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 രീ. തുടിയിൽ രാവിലെ കുട്ടികൾ പഠിക്കും. വിവിധ ക്ലാസ്സുകളിലെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു. സംശയ നിവാരണത്തിനും സഹായത്തിനും തുടിയിൽ ടീച്ചർമാർ ഒപ്പമുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എളുപ്പമാക്കാൻ അതിനുള്ള ശൈലികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പഠനത്തിനിടയിൽ ഒന്ന് പാടാൻ പറഞ്ഞാൽ അവർ ഒന്നിച്ചിരുന്ന് പാടും. പാട്ട് ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പാരമ്പര്യ സൗഭാഗ്യമാണ്. ജസ്യൂട്ട് സൊസൈറ്റി ഇത്തരമൊരു പ്രസ്ഥാനം ആരംഭിച്ചത് തനത് സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന പങ്കാളിത്ത സാമൂഹിക മുന്നേറ്റത്തിലൂടെ സുസ്ഥിര വികസനം നേടിയ ഗോത്ര ജനതതി എന്ന ദർശനത്തിൽ ഊന്നിയാണ്. അത് തുടി പ്രാവർത്തികമാക്കുന്നു. ഊരുകളിൽ പോയി അവരോട് സംസാരിച്ചു, അവരുടെ മാതാപിതാക്കളോടും മുതിർന്ന തലമുറയോടൊക്കെ സംസാരിച്ചു. അപ്പോൾ എല്ലാം മനസ്സിലാകുന്ന ഒരു പ്രതിബന്ധം ഇവർക്ക് ഒരു അധീശ ലാംഗ്വേജ് ആണ് ഇവർ ആദ്യമേ കേൾക്കുക. അധീശ ഭാഷയിൽ ഇവരെ സംസാരിക്കും. അതായത് അവരെ ചൂഷണം ചെയ്തൊരു ഭാഷ. രാവിലെ ഈ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്നിട്ട് കുടിയേറ്റക്കാർക്ക് പണിക്കാരെ ആവശ്യമുള്ളവർ എന്ന് പറയുന്നത് എടാ എഴുന്നേക്കടാ നേരെ ഒത്തിരിയായില്ലേ എന്ന് പറഞ്ഞ് അബ്യൂസ് ചെയ്യുന്നൊരു ഭാഷ. ആ ഭാഷയിലാണ് ഇവർക്ക് ക്ലാസ് കിട്ടുക. അപ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ടുള്ളൊരു ഉൾക്കരുത്ത് അവർക്കുണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്ക് ഇറങ്ങിപ്പോവുകയും പഠനം നിർത്തുകയും അവരുടെ പാരമ്പര്യമായിട്ടുള്ള വനത്തിലേക്കോ അല്ലെങ്കിൽ ജലാശയത്തിലേക്കൊക്കെ പോയി അവരുടെ പണി തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ സമൂഹം ഒരുപക്ഷെ അധപ്പതിച്ച് കിടക്കാനുള്ള ഒരു കാരണം ഇതായിരിക്കാം. അവരോടുള്ള നമ്മുടെ ഒരു മനോഭാവം, അവരോടുള്ള നമുക്കുള്ള ഒരു അവഗണനാഭാവം അതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അവരെ കുറച്ചുകൂടി മുന്നിലേക്ക് കൊണ്ടുവരണം. അവരുടെ ആ കഴിവുകളും അവരുടെ സാധ്യതകളും കുറച്ചുകൂടി ഉപയോഗപ്പെടുത്തണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞാൽ പിന്നെ പ്രഭാത ഭക്ഷണം. ഊരിലെ കുട്ടികൾ നല്ല ശീലങ്ങൾ പഠിക്കുന്നു. ഭക്ഷണം ഒന്നും പാഴാക്കാതെ വൃത്തിയോടെ കഴിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഇതൊന്നും പണ്ട് ഊരിലെ കുട്ടികൾക്ക് കിട്ടുമായിരുന്നില്ല. അക്കാലത്തെ ജീവിതത്തെക്കുറിച്ച് നെല്ലിക്കൽ ഊരിലെ മൂപ്പൻ ഓർക്കുന്നു. ഓർമ്മകൾ ചരിത്രമാണ്. നമ്മൾ പിന്നെ ഒരുപാട് പട്ടിണി കിടന്നാലും ഒരുത്തനും വിളിച്ചിട്ട് ഒരു വെള്ളം പോലും തരില്ല. അപ്പോൾ നമ്മൾ പിന്നെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ പണിയെടുക്കുക വൈകുന്നേരം വരെ. ഉച്ചയ്ക്ക് പിന്നെ വെള്ളം ഉണ്ടാവില്ല, നീരുണ്ടാവില്ല. കഞ്ഞി കുടിക്കാൻ പോകുമ്പോൾ പറയും, പിന്നെ പച്ചവെള്ളം വലിച്ചു കുടിച്ചോളാൻ പറയും. അതൊക്കെ മാറി, ഇപ്പം മാറി. ഇപ്പം എല്ലാ സംഭവം മാറിക്കും. തുടീനെ കൊണ്ടെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ കാര്യങ്ങളൊക്കെ അച്ഛന്മാർ നോക്കും. നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കും. പിന്നെ അവിടെ നിന്ന് പഠിച്ച് ജയിച്ച് പിന്നെ കുറേ കാലം സ്കൂളിൽ പഠിക്കും. അങ്ങനെ പോകും അങ്ങോട്ടാണ്. പരീക്ഷാകാലമായതിനാൽ കുറച്ച് കുട്ടികൾ മാത്രമേ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി വന്നുള്ളൂ. തുടിയിൽ നിന്നും ഒരു വിളിപ്പാട് അകലെയാണ് സർവോദയ സ്കൂൾ. തുടിയിലെ കുട്ടികളെല്ലാം സർവോദയ സ്കൂളിലാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും മാനവ വിഭവശേഷിയെയും പാവപ്പെട്ടവരിലേക്കും ആദിവാസി ജനവിഭാഗങ്ങളിലേക്കും തിരിച്ചുവിടുക, സത്യം, നീതി എന്നിവയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ നിർമ്മിതി സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈശോ സഭ വയനാട്ടിലെ സർവോദയ സ്കൂൾ 1990 ജൂലൈ 31 ഏറ്റെടുത്തത്. ഇപ്പോൾ വയനാടിന് അഭിമാനമാണ് ഈ സ്കൂൾ. വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് ജസ്യൂട്ട് മാനേജ്മെന്റിന്റെ കീഴിലാണ് ഈ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. അവരുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുന്ന പിന്നോക്കമായിരുന്ന ഈ സ്കൂളിനെ മുൻപന്തിയിലേക്ക് എത്തിക്കുവാനായിട്ട് അവർ ഏറ്റെടുത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തുടി എന്ന് പറയുന്ന സ്ഥാപനവും. വളരെയധികം കുട്ടികൾ തുടിയിൽ നിന്ന് പഠിക്കുകയും അവരുടെ സർവ്വതോന്മുഖമായ കഴിവുകൾക്ക് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ
ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉപരിപഠനത്തിനായിട്ട് പോവുകയും എല്ലാ മേഖലകളിലും തന്നെ പഠിക്കുകയും ജോലി നേടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ സ്കൂളിൽ തന്നെ 3 അധ്യാപകരായും ഓഫീസ് സ്റ്റാഫായും വർക്ക് ചെയ്യുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. മാത്രവുമല്ല, ജസ്യൂട്ട് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വയനാട്ടിൽ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ഞങ്ങളുടെ ഈ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും എന്ന പ്രശാന്ത സുന്ദരമായ വയനാടൻ ഗ്രാമത്തിലെ ഈ വിദ്യാലയം സർവോദയമായി വളർന്നു. പൂക്കളും പൂമ്പാറ്റകളെ പോലെ കുട്ടികളും നിറഞ്ഞ വിദ്യാലയം. ഈ വിദ്യാലയത്തിൽ പഠിച്ചു വളർന്ന തുടിയിലെ ഒട്ടേറെ കുട്ടികളുണ്ട്. രാജേഷ് അഞ്ചിലൻ എന്ന ചിത്രകാരൻ തുടിയുടെ അഭിമാനമാണ്. ചിത്രകലാ അധ്യാപകനായി ജോലി കിട്ടിയിട്ടും തൻ്റെ വളർച്ചയ്ക്ക് കാരണമായ തുടിയെ രാജേഷ് അഞ്ചിലൻ മറക്കാറില്ല. തുടിയിൽ വരുന്നു, ഇവിടുത്തെ കുട്ടികൾക്ക് ചിത്രകലാ പഠനത്തിന് സഹായിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പണിയ കമ്മ്യൂണിറ്റിയിലെ ഒരു ചിത്രകാരൻ തൃശ്ശൂരിൽ പോയി പഠിച്ച് BFA പാസ്സാകുന്ന ആദ്യത്തെ വ്യക്തി ഞാൻ തന്നെയാണ്. കേരളത്തിൽ എവിടെയും ഒരു പണിയ ചിത്രകല അധ്യാപനം ഉണ്ടായിട്ടില്ല. സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ, എൻ്റെ ഭാഷ, എൻ്റെ വസ്ത്രധാരണ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ മിത്തുകൾ, ഇതെല്ലാം എനിക്ക് വളരെ എളുപ്പത്തിൽ ക്യാൻവാസിലേക്ക് എനിക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട്. എന്നിലൂടെ വരും തലമുറയ്ക്ക് മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് ജനിച്ചു വരുന്നത്. ഇത്രയും മഹത്തായിട്ടുള്ള കലയും ആചാരമുള്ള ആളുകളുണ്ടായിരുന്നു. അവരെ വരും തലമുറയ്ക്ക് പഠിക്കാനും കൂടിയാണ് ഞാൻ ചിത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. ജോലിയിലേക്ക് എത്താനുള്ള പിന്തുണ ഏറ്റവും കൂടുതൽ തന്നത് തുടി എന്ന സ്ഥാപനമാണ്. 2008 ഞാൻ തുടി എന്ന സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ എല്ലാം കണ്ടെത്താനും ഇവിടെ ചെയ്തത് ഫാദർ ജോർജ് അച്ഛനും ബേബി അച്ഛനുമാണ്. പഠനത്തോടൊപ്പം കലാകായിക രംഗത്തും മികവ് പുലർത്താൻ തുടിയിലെ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. അതിന് വേണ്ടത്ര പരിശീലനം ഇവിടെ ലഭ്യമാണ്. ഒഴിവ് സമയങ്ങളിലെല്ലാം കായിക വിനോദത്തിൻ്റെ ആഹ്ലാദ തിമിർപ്പിലാണ് കുട്ടികൾ. ഒപ്പം പാട്ട് പരിശീലനവുമുണ്ട്. ആദിവാസി ജനതയുടെ കലകളും നാട്ടറിവുകളും സംസ്കാരവും വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിച്ച് സ്വത്വബോധം ആർജിക്കാനും ഗോത്ര ജീവിത ശൈലിക്ക് ഇണങ്ങുന്ന ഒരിടം ഉറപ്പുവരുത്താനും സമഗ്ര സുസ്ഥിര വികസനത്തിനുമായി തുടി നിലകൊള്ളുന്നു. തുടി ആദ്യകാലം മുതലേ കുട്ടികളുടെ എഡ്യൂക്കേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. യൂത്ത് എംപവർമെൻറ്റ് ട്രെയിനിങ് ക്യാമ്പ് നടത്തുന്നത്. അത് 3 ദിവസത്തെ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ ലീഡർഷിപ്പ് സ്കില്ലൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇസാഫ് ഫൗണ്ടേഷനാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. ഇപ്പം ഇവിടെ ഇൻറ്റേൺഷിപ്പിന് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ട്രെയിനിങ്ങുകളും അവയർനെസ് ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ട് നടത്താറുണ്ട്. പിന്നെ അതുപോലെ ഊരുകളിലും നമ്മൾ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. 2024 ഫ്ലഡ് റിലീഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഊരുകളിൽ 1210ഓളം ഫാമിലിക്ക് നമ്മൾ ഫുഡ് കിറ്റ് വിതരണം ചെയ്തു. നമ്മൾ 3 പഞ്ചായത്തുകളിലായിട്ട് 29 വില്ലേജുകളിലാണ് നമ്മൾ കിറ്റ് കൊടുത്തത്. 959 വീടുകൾക്ക് നമ്മൾ ടാർപോളിൻ ഷീറ്റ് കൊടുത്തിരുന്നു. 459ഓളം കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ ബാഗ് അല്ലെങ്കിൽ സ്കൂൾ കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. നല്ല പാഠം ടീമിൻ്റെ ഭാഗമായിട്ട് അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് നമ്മൾ കിറ്റ് കൊടുത്തിരുന്നു. നമ്മുടെ ഊരുകളെ കേന്ദ്രീകരിച്ച് നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ ബാഗിൻ്റെ ഒരു സംരംഭം തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ബാലജ്യോതി എന്നുള്ള ഈ ഒരു ക്ലബ്ബ് ഊരുകളിലേക്കും കൂടെ വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് നമ്മളിപ്പം പെൺകുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ഒരു ബോർഡിംഗ് സംവിധാനം ഉള്ളത്. അപ്പം ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബോർഡിംഗ് കൂടെ തുടങ്ങണമെന്ന് നമ്മളൊരു പ്ലാനുണ്ട്. കൾച്ചറൽ പ്രോഗ്രാമുകളും അതുപോലെ ചെണ്ട ക്ലാസ് അങ്ങനെയുള്ളതെല്ലാം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതിൻ്റെ ഒരു പരിശീലന ക്ലാസ് തുടങ്ങണമെന്നും നമ്മളൊരു പ്ലാനുണ്ട്. വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകിച്ചും പിന്നാക്കാവസ്ഥയിൽ കഴിയുന്ന പണിയ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്കാണ് അറിവുട ട്രൈബൽ ബോർഡിങ്ങിൽ പ്രവേശനം നൽകിയിരിക്കുന്നത്. ആദിവാസികളുടെ പാരമ്പര്യ ചികിത്സാ സമ്പ്രദായങ്ങളെയും അമൂല്യങ്ങളായ ഔഷധ ശേഖരങ്ങളെയും ചികിത്സാ രംഗത്തെ നാട്ടറിവുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭമാണ് പച്ചമരുന്ന് കൂട്ടം. ചിറ്റമൃത്, ആടലോടകം, കറ്റാർവാഴ, അരുത, തിപ്പലി, കാട്ടുതിപ്പലി, വാദം കൊല്ലി, അയ്യപ്പന തുടങ്ങി ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ പച്ചമരുന്ന് കൂട്ടത്തിൽ വളർത്തുന്നുണ്ട്.
ഞങ്ങളുടെ ഈ ഹെർബേറിയത്തിൽ വരുന്ന തലമുറ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ജനറേഷനായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ളൊരു ഹെർബേറിയം തുടങ്ങിയതും. അതിലൂടെ ഒട്ടനവധി പിന്നെ പച്ചമരുന്നുകൾ ഞങ്ങൾ ദൂരത്തു നിന്നൊക്കെ കൊണ്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് റിസർച്ചിനും കാര്യങ്ങളൊക്കെ ഇവിടെ പല ആൾക്കാരും വരുന്നുണ്ട്. അതിനു വേണ്ടിയായിട്ട് ഞങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അതിനെ പരിപോഷിക്കുകയും ചെയ്യുന്നു. പാരമ്പര്യ കൃഷി രീതിയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തുടിയിൽ വിവിധ തരം കൃഷികൾ ചെയ്തു വരുന്നു. തുടിയോട് ചേർന്നുള്ള വയലിൽ കപ്പയും പച്ചക്കറികളും വാഴയും ഒക്കെ കൃഷി ചെയ്യുന്നു. വയലിൽ എല്ലാ കാലത്തും നെൽകൃഷി ചെയ്യും. ജൈവ കൃഷിയാണ് തുടിയിൽ അനുവർത്തിച്ചു വരുന്നത്. തുടിയിലെ മുളങ്കൂട്ടങ്ങൾ കൗതുകകരമാണ്. പലതരം മുളകൾ ഇവിടെ ഇടതിങ്ങി വളരുന്നു. മുള വയനാടിൻ്റെ മുഖമുദ്രയാണ്. മുളയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആദിവാസി ഗോത്രവർഗത്തിൻ്റെ വരുമാന മാർഗമാണ്. മുള ഉൽപ്പന്ന നിർമ്മാണ പഠനത്തിനു മറ്റുമായി തുടിയിൽ എത്തുന്നവരുണ്ട്. തുടി ഒരു പഠന കേന്ദ്രമാണ്. ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചേട്ടന്മാരുടെ കൂടെ ഇപ്പോൾ തുടിയിൽ ആനിമേറ്ററായിരിക്കുന്ന മധുവേട്ടൻ, മണിയേട്ടൻ, ബാബുവേട്ടൻ ഇവരുടെയൊക്കെ കൂടെയാണ് ഞാൻ തുടിയിലേക്ക് ആദ്യമായിട്ട് പോയത്. അപ്പോൾ തുടിയിൽ ആദ്യമായിട്ട് പോകുമ്പോൾ ബാക്കിയുള്ള പിള്ളേരെല്ലാം എല്ലാവരും ഒരുമിച്ച് കളിക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ ഊരുകളിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ തുടിയിൽ ചെന്നപ്പോഴാണ് എല്ലാവരും അവിടെ ഇടപഴകാനും ഡാൻസും പാട്ടും അതുപോലെ പൊതുസമൂഹത്തോട് എങ്ങനെ സംസാരിക്കണം, നമ്മളെ ചൂഷണം ചെയ്യുന്നവരുടെ എങ്ങനെ പ്രതികരിക്കണം, പ്രസംഗിക്കാൻ പഠിച്ചതും പാട്ട് പാടാൻ പഠിച്ചതും പിന്നെ നല്ല വിദ്യാഭ്യാസപരമായിട്ട് ഉന്നമനത്തിൽ അത് പുരോഗമനത്തിൽ എത്തണം എന്നുള്ള പൊതുസമൂഹത്തിൽ നിന്നുള്ള പേടി മാറാനും അതിനെതിരെ ചോദ്യം ചെയ്യാനൊക്കെ പഠിച്ചത് തുടിയിലൂടെ വന്നിട്ടാണ്. പിന്നെ നമ്മുടെ തലമുറയ്ക്ക് ഒരു അക്ഷരം പറഞ്ഞു കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ കർത്തവ്യം. അത് ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നു. എൻ്റെ സമൂഹത്തിന് എൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നു. ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടവരല്ല ഞങ്ങൾ എന്ന ബോധ്യം ഇവരിലുണ്ടാകുന്നു. കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇവർ പൊതുസമൂഹത്തിന് മുന്നിൽ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഈ തുടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നല്ല രസമാണ്. ഞങ്ങൾ നടക്കാനൊക്കെ കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഞാൻ വീട്ടിൽ നിന്നൊന്നും പഠിക്കലില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ലോണം പഠിക്കലൊക്കെ തുടങ്ങി, വായിക്കാനൊക്കെ അറിയാം. പിന്നെ ഫാദറും ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല കൂട്ടാണ്. എന്തെങ്കിലും കാര്യം വന്നാൽ അതിനൊക്കെ സഹായിക്കും. ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഭയങ്കര കൂട്ടാണ്. കളിക്കാനും ചിരിക്കാനും എല്ലാം ഉണ്ട്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കാൻ ഒപ്പം ആവശ്യമായ മരുന്നുകൾ നൽകാൻ ഡോക്ടർമാർ തുടിയിലെത്താറുണ്ട്. കൃത്യമായ പരിശോധന നടത്തി പ്രശ്നങ്ങൾ കുട്ടികളോട് ചോദിച്ചറിഞ്ഞ് ആവശ്യമായ നിർദ്ദേശങ്ങളും മരുന്നും നൽകുന്നു. ഈ തുടി കേന്ദ്രത്തിൽ ഞങ്ങൾ എല്ലാ മാസവും ഒരു തവണ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, അതായത് ചുമ, പനി, സ്കിൻ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ അത്യാവശ്യത്തിന് വേണ്ട മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഫോളോ അപ്പിന് മന്ത്ലി വരാറുണ്ട്. സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖങ്ങളിൽ ഹൈജീൻ, അതുപോലെ കുട്ടികളോടുള്ള കെയറിങ്, അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം അസുഖങ്ങൾ കുറച്ച് കുട്ടികൾ കണ്ടുവരുന്നത്. നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക അടിത്തറയും പ്രകൃതിയുടെ ജൈവ സമൃദ്ധിയും ചേർന്ന് രൂപപ്പെട്ടു വന്നതാണ് വയൽനാട് എന്ന വയനാട്. വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ സംസ്കൃതിയുടെ കുറേ അടയാളങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. സമൂഹം പുതിയ കാലത്തിനൊത്ത് ജീവിതം രൂപപ്പെടുത്തുമ്പോൾ പലതരം പഴമകൾ തുടിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. തുടിയുടെ മ്യൂസിയം പഴമയുടെ ഖനിശേഖരമാണ്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് കുറിച്യ സമുദായക്കാരാണ്. ഒന്ന് നമ്മുടെ നായാട്ടിന് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തുലാപുത്തരി ആ സമയത്ത് നായാടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. പിന്നെ ഒരു കുട്ടി ജനിച്ചാൽ, അവരുടെ സമുദായത്തിൽ തന്നെ ഒരു കുട്ടി ജനിച്ചാൽ ഞാണൊലി എന്നൊക്കെ പറയും, അത് ഈ അമ്പും വില്ലുമായിട്ട് അവരവിടെ കൊണ്ടുവെക്കുകയും ചെയ്തു. വയനാട്ടിലെ ആദിവാസി ജനതയുടെ ജീവിതവുമായി മുള എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മ്യൂസിയത്തിലെ പല വസ്തുക്കളും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മുളം തണ്ടിനുള്ളിലെ
മഴ മർമ്മരമടക്കം അനേകം കൗതുകങ്ങൾ തുടിയിലെ മ്യൂസിയത്തിലുണ്ട്. പനമരം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഈശോ സഭയുടെ കയ്യൊപ്പായി സർവോദയ സ്കൂളും തുടിയുമുണ്ട്. വലിയ മാറ്റങ്ങളാണ് ഈശോ സഭ സൊസൈറ്റി പനമരത്ത് സൃഷ്ടിച്ചെടുത്തത്. പനമരം പഞ്ചായത്തിലെ ഏറ്റവും പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന തുടി എന്ന സംഘടന നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഗോത്ര വർഗക്കാരായ വിദ്യാർത്ഥികളുടെ പഠനവും അതേപോലെ അവരുടെ കഴിവുകളും അവരെ മുൻനിരയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്വാഗതാർഹമായ പ്രവൃത്തികൾ ചെയ്തു വരുന്നു. അവരെ ഊരുകളിൽ അവർക്ക് പോയി പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ നല്ല നിലയിൽ എത്തിക്കുന്നതിനോ അവരുടെ ഊരുകളിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടാത്ത കുട്ടികളുണ്ട്. ആ കുട്ടികളെ മുൻനിരയിൽ നിർത്തുന്നതിനും അവർക്ക് കായികപരമായിട്ട് പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും തുടി എന്ന് പറയുന്ന ഈ സംഘടന മുഖ്യ പങ്കുവഹിക്കുന്നു. ESP എന്ന് പറയുന്നത് എൻഷുറിങ് സോഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഡൽഹിയിലെ ISI ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ 13ഓളം സ്റ്റേറ്റുകളിൽ ഈ പ്രൊജക്റ്റ് റൺ ചെയ്ത് വരുന്നുണ്ട്. നമ്മളിപ്പം 9 വർഷത്തോളമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ നമ്മളെ തുടി ആണ് നമ്മുടെ കേരളത്തിലെ ഹെഡായിട്ട് ഇപ്പം ഈ പ്രൊജക്റ്റ് കൊണ്ടുപോകുന്നത്. നമുക്ക് കേരളത്തിൽ 3 ഡിസ്ട്രിക്റ്റായിട്ട് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ റണ്ണാവുന്നുണ്ട്. ഒന്ന് ട്രിവാൻഡ്രം, അതുപോലെ അട്ടപ്പാടി, അതുപോലെ വയനാട്ടിൽ തന്നെ നമ്മൾ 4ഓളം NGOകൾ ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊരു NGOയിൽ തിരഞ്ഞെടുത്തതിന് ശേഷം ആ NGOയിൽ നിന്നും നമ്മളൊരു 20ഓളം പോക്കറ്റുകൾ, അതായത് ഊരുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും ആ ഊരിലെ ആൾക്കാരെ നിന്നും നമ്മളൊരു 3ഓളം കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഒരു ഓർഗനൈസേഷനിൽ നമ്മളിപ്പം 2 സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് നൽകുകയും ഒരു ഊരിൽ നിന്ന് 3 കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി ലീഡേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയും, ട്രെയിനിങ് എന്ന് പറയുന്നത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ഒരു അപേക്ഷ എഴുതാനും അതുപോലെ RTA പോലത്തെ സാധനങ്ങൾ സബ്മിറ്റ് ചെയ്യാനൊക്കെയുള്ള ട്രെയിനിങ്ങുകളാണ്. ഇതാണിപ്പോൾ നമ്മുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ESP എന്നൊരു പ്രൊജക്റ്റ്. ഈശോ സഭയ്ക്ക് തുടക്കമിട്ട വി ഇഗ്നേഷ്യസ് ലോയോള സാമൂഹിക പ്രതിബദ്ധതയിൽ സ്ഫുടം ചെയ്ത് വിശുദ്ധീകരിച്ച മനസ്സോടെയാണ് ജനങ്ങൾക്കായി പ്രവർത്തിച്ചത്. 1922 സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വി ഇഗ്നേഷ്യസ് ലോയോളയുടെ പ്രവർത്തനങ്ങളെ പിന്തുടരുന്ന സുമനസ്സുകളുടെ ആദർശ പ്രയാണത്തിന്റെ ഭാഗം തന്നെയാണ് തുടി. ഒരു സസ്റ്റൈനബിളായിട്ട് നിലനിന്ന് പോകുന്ന ഒരു സമുദായമായിട്ട് ഇവർ ഉയർത്തുന്നതാണ്. ഒരു സ്വപ്നം ഉണ്ടാവണം, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവണം, അതിനനുസരിച്ച് അവർ അധ്വാനിക്കാനായിട്ട് അവർ തയ്യാറാകണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 30 വർഷത്തെ അധ്വാനത്തിന് ശേഷമാണ് നമുക്ക് സർവോദയ സ്കൂളിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടുന്നത്. കുറച്ച് ആൾക്കാരിങ്ങനെ ഉന്നതമായിട്ട് കയറിയിട്ടുണ്ട്, ഉന്നതമായിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു സ്വാധീനവും അവരുടെ ഒരു പ്രചോദനവും കൊണ്ട് കുറേ കുട്ടികൾ, കൊച്ചു കുട്ടികൾ കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള സൗകര്യം ചെയ്യാറുണ്ട്. നമുക്ക് ഈ തുടിയിലൂടെ കടന്നു പോയ ഒരു കുട്ടി ഇപ്പോൾ മോഹിനിയാട്ടത്തിൽ ഡിഗ്രി കഴിഞ്ഞ ആളുണ്ട്. അതുപോലെ ബിനു കിടച്ചുള്ളൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാനും അതുപോലെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന പണയവിധപ്പെട്ട ഒരാൾ തന്നെയാണ്. വള്ളിയൂർക്കാവ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയൊരു ആദിവാസികളുടെ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഈ തുടി ഗ്രാമോത്സവമാണ്. നമുക്കൊരു 3 സ്റ്റാഫുണ്ട്, ട്രൈബൽ ആനിമേറ്റേഴ്സ്. അവരാണ് ഊരുകളായിട്ടുള്ള ബന്ധവും അതുപോലെ ഇവിടുത്തെ ഈ തുടിയൊരു പച്ചപ്പും ആ സാംസ്കാരിക തനിമയെ നിലനിർത്തുന്നവരാണ്. അവർ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ പോകാനായിട്ട് സാധിക്കുക. അത്രയ്ക്ക് വിശാല മനസ്കരായിട്ടുള്ളൊരു സമൂഹമാണ് ആദിവാസി സമൂഹം. അതുകൊണ്ട് തന്നെ അവരോടൊപ്പമായിരിക്കുക, അവരെ കഴിയുന്നത്ര ചേർത്ത് നിർത്തുക, അവർ ഇച്ചിരിയൊക്കെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരുടെ ആ തനതായിട്ടുള്ള പാരമ്പര്യവും സംസ്കാരവും ഒന്നും നശിക്കാതെ നിലനിർത്തുക. ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് തുടി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ വന്യമൃഗങ്ങളൊക്കെ വരുന്നു. ആദ്യം അത് ആക്രമിക്കപ്പെടുന്ന ഇവരാണ്. പക്ഷേ അവർക്കതിനെ റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു തൻ്റെ ഇടം നാച്ചുറലായിട്ട് തമ്പുരാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവരതിനെ കുറേയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷെ അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം കഷ്ടമായിരിക്കും. കാരണം അവരാണ് നമുക്ക് വേണ്ട ഒരു പ്രതിരോധ നിര തന്നെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുക നമ്മുടെ ആവശ്യമാണ്. അവരെ എങ്ങനെ നമ്മുടെ ഒപ്പം കൂട്ടിച്ചേർക്കുക നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. തുടിയുടെ കലാസംഘമുണ്ട്. ഗോത്രകലകളെ, സംഗീതം, നൃത്തം തുടങ്ങി വൈവിധ്യമാർന്ന കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് അരങ്ങൊരുക്കാനും തുടിയുടെ കലാസംഘം പ്രവർത്തിക്കുന്നു. തുടിയിലൂടെ പരിശീലനം നേടിയവർ തുടിയിൽ ഒത്തുകൂടുന്നു. ഒരു കലാസന്ധ്യയ്ക്ക് അരങ്ങൊരുങ്ങുന്നു.
ആദിവാസി സമൂഹത്തിലെ പണിയർ സമുദായത്തിന്റെ ഹൃദയത്തുടിപ്പിന്റെ താളം തുടിയിൽ നിറയുന്നു. ഏറ്റവും ഗ്രാമത്തിൽ മാത്രമല്ല, വയനാട്ടിൽ ആകമാനം തുടിയുടെ താളം നിറയുന്നു. ഇവിടെ ഗോത്രവർഗ സമൂഹത്തിന്റെ സ്വത്വബോധവും വേരുകളെക്കുറിച്ചുള്ള അന്വേഷണവും സംഗമിക്കുന്നു. ആദിവാസി മേഖലയിൽ നടത്തുന്ന ജസ്യൂട്ട് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുടെ വിജയ ചിഹ്നമാണ് തുടി. ലേലി